ക്ലാസ് 1 കോൺട്രിക്തിയസ്. കോൺട്രിക്തിയസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസ്. കോൺട്രിക്തിയസ് എന്ന് പറഞ്ഞാൽ, കാർട്ടിലേജിനസ് എന്ന് പറഞ്ഞാൽ മജ്ജയുള്ളത്, മുള്ള് ഇല്ലാത്തത്. നമ്മൾ സാധാരണ മറ്റ് അനിമൽസിൻ്റെ കേസ് പറയുമ്പം ബോൺസ് ഇല്ലാത്തതെന്ന് പറയും. ഇപ്പം മത്സ്യങ്ങളുടെ കാര്യമായതുകൊണ്ടാണ് മുള്ളില്ലാത്തതെന്ന് പറയുന്നത്. മാംസം മാത്രമേ ഉള്ളൂ, ഫ്ലഷ് മാത്രമേ ഉള്ളൂ. അതുമല്ല, എൻഡോസ്കെൽറ്റൻ ബോൺസിൻ്റെ പകരം കാർട്ടിലേജ് ആണ് ഉള്ളത്. നല്ല ടഫായിട്ടുള്ള കാർട്ടിലേജ്. അത് ബോൺസ് പോലെ അതേപോലത്തെ സപ്പോർട്ടും പ്രൊട്ടക്ഷനും കൊടുക്കും. ഫസ്റ്റ് പോയിന്റ്, ദേ ആർ മറൈൻ ആനിമൽസ്. മറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? കടൽ വെള്ളത്തിൽ കാണുന്നവ. സെക്കൻഡ് പോയിന്റ്, കോൾഡ് ബ്ലഡഡ് പോയ്ക്കിലോതേർമിക് ആനിമൽസ്. ഇത് 1 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പോയ്ക്കിലോതേർമി എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പോയ്ക്കിലോതേർമിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ, കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ they have no capacity to regulate their body temperature. That is, പുറത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയറമെൻ്റൽ ടെമ്പറേച്ചറിനനുസരിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പാമ്പുകൾ. സാധാരണ പാമ്പുകളെ കാണാറുള്ളത് ഓന്ത്. ഇവരൊക്കെ ഈ വെയിൽ വരുമ്പോൾ പുറത്തിങ്ങനെ വെയിൽ കായാൻ കിടക്കുന്നുണ്ട് അല്ലേ? പാമ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വെയിൽ കായാൻ കിടക്കണം. അതേമാതിരി നമ്മൾ പാർക്കിലൊക്കെ പോയാൽ ഈ ക്രോക്കഡൈൽസൊക്കെ വെയിൽ കായാൻ വേണ്ടി കിടക്കണ കാണാറുണ്ട് അല്ലേ? അതെന്താ വെച്ചാൽ പുറത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവർക്ക് സ്വന്തമായിട്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ഇല്ല. അതായത് പുറത്ത് തണുപ്പാവുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടാനും പുറത്ത് ചൂടാവുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഇങ്ങനത്തെ ആനിമൽസിന് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ പുറത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും അവർ പുറത്ത് വെയിൽ കായാൻ കിടക്കണതും. അല്ലെങ്കിൽ ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതും ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിന്. അതായത് മണ്ണിൻ്റെ അടിയിലോ ഏതെങ്കിലും മോട്ടകളുടെ അടിയിലോ ഏതെങ്കിലും ഇടുക്കുകളിലോ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത്, നല്ല തണുപ്പുള്ള സ്ഥലത്ത്, വാംത്തുള്ള സ്ഥലത്ത്, ഹ്യൂമിഡായിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ ഇതൊക്കെ ടെമ്പറേച്ചറിനനുസരിച്ച് മാറ്റാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പുറത്തെ എൻവയറമെൻ്റൽ ടെമ്പറേച്ചറിനനുസരിച്ച് അവരുടെ ബോഡിക്ക് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ദീസ് ആർ കോൾഡ് ബ്ലഡഡ് ഓർ പോയ്ക്കിലോതേർമിക് ആനിമൽസ്. ദേ ഹാവ് നോ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. ബോഡി ടെമ്പറേച്ചർ എക്സ്റ്റേണൽ എൻവയറമെൻ്റൽ ടെമ്പറേച്ചറിനനുസരിച്ച് മാറ്റാനോ കുറയ്ക്കാനോ കൂട്ടാനോ ഉള്ള കഴിവ് ഇല്ല. അടുത്തത്, സ്കിൻ ഇസ് ടഫ് ആൻഡ് ഇസ് കവേർഡ് ബൈ പ്ലക്കോയിഡ് സ്കെയിൽസ്. ഈ പോയിന്റ് മെയിനായിട്ട് നിങ്ങൾ എഴുതണം. എന്തിനു ചോദിക്കുമ്പോൾ വെച്ചാൽ, ഈ കോൺട്രിക്തിയസ് എന്ന ക്ലാസ് ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതായത് കോൺട്രിക്തിയസിൻ്റെയും ഓസ്റ്റിക്തിയസിൻ്റെയും 2 എക്സാമ്പിൾസ് തരും, അല്ലെങ്കിൽ 2 പിക്ചേഴ്സ് തരും. അപ്പോൾ ഈ പിക്ചേഴ്സിൻ്റെ പേര് എഴുതാൻ പറയും. ഏത് ക്ലാസ്സിലുള്ളതെന്ന് ചോദിക്കും. എങ്ങനെയാണ് ഇന്ന ക്ലാസ്സിലാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞതെന്ന് ചോദിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ തരുന്നത് ഒരു കുട്ടയിൽ 2 സ്പെസിമെൻസ് കിട്ടി. ഒരു ഫിഷിന് ഇങ്ങനത്തെ സ്കെയിൽസ് ആയിരുന്നു, മറ്റേ ഫിഷിന് വേറെ തരം സ്കെയിൽസ് ആയിരുന്നു. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഈ 2 ഫിഷസും പെടുക? അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഈ പ്ലക്കോയിഡ് സ്കെയിൽസിലെ ഫിഷസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് 1 കോൺട്രിക്തിയസ്. ഓക്കെ, അപ്പോൾ പ്ലക്കോയിഡ് സ്കെയിൽസിലെ ഫിഷസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്ലാസ് കോൺട്രിക്തിയസ്. അപ്പോൾ അത് ഓർമ്മ വേണം കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പ്ലക്കോയിഡ് സ്കെയിൽസ്, ഫസ്റ്റ് പോയിന്റ് ഇതാണ് എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. അപ്പോൾ ഈ ഫിഷസിൽ ടീത്ത് എന്ന് പറയുന്നത് പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ മോഡിഫിക്കേഷനാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ റൈനോസറസിൻ്റെയൊക്കെ കൊമ്പ് എന്താണ്? ഹെയറിൻ്റെ ഒരു മോഡിഫിക്കേഷൻ അല്ലേ? രോമത്തിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് റൈനോസറസിൻ്റെ കൊമ്പ്. അതേമാതിരി എലിഫൻറ്റിലെ ടസ്കോ, ആനക്കൊമ്പോ, അതും പല്ലിൻ്റെ മോഡിഫിക്കേഷനാണ് കൊമ്പ് അല്ലേ? അപ്പോൾ അതേപോലെ ഈ ഫിഷസിലും ടീത്തിൻ്റെ മോഡിഫിക്കേഷനാണ് ടീത്ത് എന്ന് പറയുന്നത് പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ മോഡിഫൈഡ് പാർട്ടാണ്. പ്ലക്കോയിഡ് സ്കെയിൽസ് മോഡിഫൈ ചെയ്തിട്ടാണ് ടീത്ത് ഉണ്ടായിരിക്കുന്നത്. അതോ ഇങ്ങനത്തെ ഫിഷസിൽ ടീത്ത് എങ്ങനെയാണ്? ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്, ബാക്കിലോട്ട് തിരിഞ്ഞുകൊണ്ടാണ്, ബാക്കിലോട്ട് ചെരിഞ്ഞുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഉള്ളിക്കാണ് അല്ലേ? അടുത്തത്,
എൻഡോസ്കെൽറ്റൻ ഇസ് കാർട്ടിലേജിനസ്. രണ്ടാമത്തെ പോയിന്റ് കേട്ടോ, എൻഡോസ്കെൽറ്റൻ ഇസ് കാർട്ടിലേജിനസ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇത്. ദെൻ തേർഡ് വൺ, നോട്ടോകോഡ് ഇസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ലോവർ കോഡേറ്റ്സിലും ഫിഷസിലും എന്താന്ന് പറഞ്ഞ്, നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. നോട്ടോകോഡ് ഈസ് നോട്ട് കൺവേർട്ടഡ് ഇൻ ടു വെർട്ടിബ്രൽ കോളം ലേറ്റർ അല്ലേ? നോട്ടോകോഡ് ജീവിതകാലം മുഴുവനും, ദറ്റ് ഈസ് മരണം വരെ, ദറ്റ് ഈസ് ഫ്രം ലാർവൽ ടു പ്യൂപ്പർ ടു ഫിഷസ് അഡൽട്ട്, ഏത് സ്റ്റേജും ആയിക്കോട്ടെ നോട്ടോകോഡായിട്ട് തന്നെ ഇരിക്കും. അത് പിന്നീട് വെർട്ടിബ്രൽ കോളമായി മാറില്ല ഫിഷസിൽ. അപ്പോൾ നോട്ടോകോഡ് ഇസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനുള്ള പോയിന്റ്. മൗത്ത് ഇസ് ഹാഫ് മൂൺ ഷേപ്ഡ്, ക്രസൻറ്റിക് ആൻഡ് വെൻട്രൽ ഇൻ പൊസിഷൻ. ഓക്കെ, മൗത്ത് എന്താണ്? ചന്ദ്രക്കല ഷേപ്പിലാണ്, വെൻട്രലാണ്. വെൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? അടിഭാഗത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ ഏത് വരും? സ്രാവ് അല്ലേ? ഷാർക്ക്. അപ്പോൾ ഷാർക്കിനെ കണ്ടാൽ അറിയണം, നമുക്കറിയാം ഷാർക്ക് മുള്ളില്ലാത്ത മീനാണ് അല്ലേ? അപ്പോൾ കോൺട്രിക്റ്റിയസ് ക്ലാസ്സിലാണ് പെടുക. ഇനി ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അതേപടി എഴുതുക. 4 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് തിരിച്ചറിയാനുള്ളത്. ഓക്കെ, 4 മെയിനായിട്ടുള്ളത്. പിന്നെയും 8-10 നമുക്ക് എഴുതാം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പെട്ടെന്ന് എഴുതാൻ പറ്റിയ പോയിന്റുകളാണ് ഇപ്പം ഞാൻ പറയുന്നത്. അപ്പം മൗത്ത് ഹാഫ് മൂൺ ഷേപ്പാണ്, വെൻട്രൽ പൊസിഷനാണ്. ഈ ഹാഫ് മൂൺ ഷേപ്പിനെ പറയുന്നതാണ് ക്രസൻറ്റിക്. ക്രസൻറ്റിക്, ക്രസൻറ്റ് മൂൺ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ക്രസൻറ്റ് മൂൺ. അപ്പം അതേപോലെ തന്നെ ക്രസൻറ്റ് മൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് മൂൺ, ചന്ദ്രക്കല. അപ്പം ചന്ദ്രക്കല ഷേപ്പിലാണ് മൗത്ത്, വെൻട്രൽ ഇൻ പൊസിഷൻ, ബോഡിയുടെ അടിഭാഗത്തായിട്ടാണ് ഇത് കാണുക. ഓക്കെ, ഇനി ഹാർട്ട് ഇസ് 2 ചേമ്പേർഡ്. 2 ചേമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓറിക്കിളും ഉണ്ടാവും, ഒരു വെൻട്രിക്കിളും ഉണ്ടാവും. ഇനി അടുത്ത പോയിന്റ്, എയർ ബ്ലാഡർ ഓർ സ്വിം ബ്ലാഡർ വിച്ച് റെഗുലേറ്റ് ബയോൻസി ഫ്ലോട്ടിംഗ് ഈസ് ആബ്സെൻറ്റ്. അടുത്ത പോയിന്റ് കേട്ടോ, 4ാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എയർ ബ്ലാഡർ ഇല്ല, അല്ലെങ്കിൽ സ്വിം ബ്ലാഡർ ഇല്ല. ഇനി അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കും. ഫങ്ഷൻ എന്താ വെച്ചാൽ, ഇത് ബയോൻസി അല്ലെങ്കിൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ ബാലൻസ് നിലനിർത്തുന്ന ഒരു അവയവമാണ്, ഓർഗനാണ്. ബയോൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗനാണ്, ബയോൻസി റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനാണ്. ദാറ്റ് ഈസ് വെള്ളത്തിൽ അവർക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റും, അവർക്ക് കണ്ടിന്യൂസ് ആയി നീന്തണം എന്നില്ല. അപ്പോൾ ഈ ഒരു ഓർഗൻ കോൺട്രിക്റ്റിയസിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഫിഷസിനെ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടേയിരിക്കണം. അവർക്കൊരു സ്ഥലത്ത് നിന്നാൽ അവരങ്ങനെ മുങ്ങിപ്പോവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് നീന്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്? ഫസ്റ്റ് വൺ, പ്ലാക്കോയിഡ് സ്കെയിൽസ്. സെക്കൻഡ് വൺ, എൻഡോസ്കെൽറ്റൻ കാർട്ടിലേജിനസ്. തേർഡ് വൺ, half moon shaped mouth and ventral position. Fourth one, air bladder absent. ഓക്കെ, ഇതാണ് 4 ഐഡൻറ്റിഫിക്കേഷൻ പോയിന്റ്സ്. അപ്പോൾ സൈഡിൽ ചിത്രത്തിൽ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ പിക്ചേഴ്സാണ് സാധാരണ എക്സാമിന് തരിക കേട്ടോ. നോക്കിയേ, ഏതാ എക്സാമ്പിൾസ്? എക്സാമ്പിൾ ഓഫ് കാർട്ടിലേജിനസ് ഫിഷസ്. ഫസ്റ്റ് വൺ, സ്കോളിയോഡോൺ, ടൈഗർ ഷാർക്ക് അല്ലേ? സ്കോളിയോഡോൺ, വൈറ്റ് ഷാർക്ക്, ഗ്രേറ്റ് ഷാർക്ക്, കുറേ പേരുകളുണ്ട് കേട്ടോ. ഇത് സ്കോളിയോഡോൺ ഡോഗ് ഫിഷ് ആണ്. ഡോഗ് ഫിഷ്. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈ സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ് എന്നുള്ളത് ട്രൂ ആയിട്ടുള്ള ഫിഷ് ആണോ? അപ്പോൾ വാട്ട് യു വിൽ സേ? ട്രൂ ഫിഷ് ആണ് അല്ലേ? ട്രൂ ഫിഷ് ആണ്. ക്ലാസ് 1 കോൺട്രിക്റ്റിയസിൽ പെട്ടതാണ്. എന്നിട്ട് അതിൻ്റെ 4-5 ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് എഴുതുക. ഓക്കെ, ഇനി സെക്കൻഡ് എക്സാമ്പിൾ എന്താ? പ്രിസ്റ്റിസ്. പ്രിസ്റ്റിസ് കണ്ടോ, സോ ബ്ലേഡ് പോലെ ഉണ്ട് അല്ലേ അതിൻ്റെ മൗത്ത് പാർട്ട്. പ്രിസ്റ്റിസ്. അപ്പോൾ ഈ 2 പിക്ചേഴ്സ് ഓർത്ത് വയ്ക്കണം. ഫസ്റ്റ് പിക്ചർ സ്കോളിയോഡോൺ ഡോഗ് ഫിഷ്. ദ സെക്കൻഡ് പിക്ചർ ഇസ് പ്രിസ്റ്റിസ്. പ്രിസ്റ്റിസിൻ്റെ വേറെ പേരെന്താ? സോ ഫിഷ്. ഞാൻ പറഞ്ഞു സോ ബ്ലേഡ് പോലെയാണ് അതിൻ്റെ മൗത്ത് പാർട്ട് അല്ലേ? അപ്പോൾ സോ ഫിഷ്, ഡോഗ് ഫിഷ്, സോ ഫിഷ്. ഇനി നമുക്ക്
അടുത്ത ക്യാരക്ടേഴ്സിലേക്ക് പോവാം. Paired kidneys excrete nitrogenous waste in the form of urea. അഞ്ചാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ സാധാരണ ക്ലാസ് 1 കോൺട്രിക്തിയസും ഓസ്റ്റിക്തിയസും തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാനാണ് പറയാം. അപ്പോൾ കമ്പാരിസൺ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്? 2 കോളം വരയ്ക്കണം. ഒന്നാമത്തെ കോളത്തിൽ കോൺട്രിക്തിയസ്, രണ്ടാമത്തെ കോളത്തിൽ ഓസ്റ്റിക്തിയസ് എന്ന് എഴുതുക. എന്നിട്ട് കമ്പയർ ചെയ്യണ പോയിന്റ്സ് 1 2 3 4 എന്നിട്ട് എഴുതി വയ്ക്കണം. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് അഞ്ചാമത്തെ ഐഡൻറ്റിഫൈങ് പോയിന്റ് ഏതാ? പെയർഡ് കിഡ്നീസ് എക്സ്ക്രീറ്റ് നൈട്രോജീനസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് യൂറിയ. അപ്പോൾ നൈട്രജൻ വേസ്റ്റ് എന്താണ്? ഇവിടെ യൂറിയോടെലിക്കാണ്. യൂറിയോടെലിക് എന്താണ് നൈട്രജൻ വേസ്റ്റ്? യൂറിയയാണ്. അപ്പോൾ ഇത് എഴുതിയാൽ യൂറിയോടെലിക് എന്ന് എഴുതിയാലും മതി. യൂറിയോടെലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 1 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. യൂറിയോടെലിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയോടെലിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ നൈട്രോജീനസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിയയുടെ ഫോമിലാണ്. ഓക്കെ, അപ്പോൾ യൂറിയോടെലിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ നൈട്രോജൻ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? യൂറിയ ഫോമിലാണ്. സോ ദേ ആർ കോൾഡ് യൂറിയോടെലിക് ആനിമൽസ്. ഇനി യൂറിയയുടെ പ്രത്യേകത എന്താ? ലെസ് പോയ്സണസ് ആണ്. ഇനി അടുത്തത് നോക്കാം. ദേ ആർ ഡയീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്സസ് ആർ സെപ്പറേറ്റ്, ദാറ്റ് ഈസ് യൂണിസെക്ഷുവൽ. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് വേറെ തിരിച്ചറിയാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. മെയിൽസിനെയും ഫീമെയിൽസിനും തിരിച്ചറിയാനുള്ള പോയിന്റ് ഏതാന്ന് ചോദിക്കും. അപ്പോൾ ഇത് 1 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരേ ഫിഷ് ക്ലാസ് 1 കോൺട്രിക്തിയസിൽ തന്നെ ഒരു ഫീമെയിൽ ഫിഷും ഒരു മെയിൽ ഫിഷിനും നിങ്ങളുടെ തന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് പറയാം ആ കുട്ടിക്ക് പറ്റുന്നില്ല. അപ്പം നിങ്ങളാണ് സഹായിച്ചു കൊടുക്കേണ്ടത്. ആസ് എ ബയോളജി സ്റ്റുഡൻറ്റ് ഹൗ ക്യാൻ യു ഹെൽപ്പ് ഹിം? അങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? ക്ലാസ്പേഴ്സ് ഉണ്ട്. ആരിൽ? മെയിൽസിൽ അല്ലേ? ക്ലാസ്പേഴ്സ്. മെയിൽ ഫിഷസിൽ ക്ലാസ്പേഴ്സ് കാണുന്നു. ഇനി ക്ലാസ്പേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ദേ ആർ പെയർഡ് കോപ്പുലേറ്ററി ഓർഗൻസ് അല്ലേ? കോപ്പുലേഷന് വേണ്ടി, മേറ്റിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഓർഗൻസ് ആണ് ക്ലാസ്പേഴ്സ്. ദാറ്റ് ഈസ് ഫീമെയിലുമായിട്ട് ക്ലിങ് ചെയ്ത് നിൽക്കാനുള്ളതാണ് ക്ലാസ്പേഴ്സ്. അപ്പോൾ ഇനി പൊസിഷനാണ് ചോദിക്കുക. പൊസിഷൻ എവിടെയാ? പെൽവിക് ഫിൻസിൻ്റെ ഇടയിൽ താഴെയായിട്ട്. പെൽവിക് ഫിൻസ് എന്ന് പറഞ്ഞാൽ എവിടെയാ? ബാക്കിൽ കാണുന്ന ഫിൻസ് അല്ലേ? ദാറ്റ് ഈസ് ഫിഷിൻ്റെ സെക്കൻഡ് ഹാഫിൽ, ഫിഷസിൻ്റെ ബാക്കിൽ ഏറ്റവും അവസാന ഭാഗം, സെക്കൻഡ് ഹാഫ് ഓഫ് ദ ബോഡിയിൽ കാണുന്ന ഫിൻസിനെ പറയുന്നതാണ് പെൽവിക് ഫിൻസ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടും ബേസിൽ എന്ന് പറഞ്ഞാൽ അടിയിലുമായിട്ടാണ് കാണുക. അപ്പോൾ 3 പോയിന്റ് പഠിച്ചു അല്ലേ? അതായത് ക്ലാസ് 1 കോൺട്രിക്തിയസിൽ മെയിൽ ഫിഷസിനെയും ഫീമെയിൽ ഫിഷസിനെയും എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? അപ്പോൾ മെയിൽ ഫിഷസിൽ ക്ലാസ്പേഴ്സ് എന്ന് പറഞ്ഞ പെയർഡ് കോപ്പുലേറ്ററി ഓർഗൻസ് ഉണ്ട്. പെൽവിക് ഫിൻസിൻ്റെ ബേസിലായിട്ട് ഈ ക്ലാസ്പേഴ്സ് കാണുന്നു. ഈ ക്ലാസ്പേഴ്സ് ഫീമെയിൽ ഫിഷസുമായിട്ട് ക്ലിങ് ചെയ്ത് നിൽക്കാനാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു. ഫീമെയിൽസിൽ ഈ ക്ലാസ്പേഴ്സ് എന്നുള്ള കോപ്പുലേറ്ററി ഓർഗൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ സാധാരണ നമുക്കറിയാം കോപ്പുലേറ്ററി ഓർഗൻസ് കാണുന്നത് ഏതാ? മെയിൽസിനാണ്. ഫീമെയിൽസിൽ കോപ്പുലേറ്ററി ഓർഗൻസ് ഇല്ല. കാരണം മെയിൽസിനാണ് എന്താ ഫങ്ഷൻ? മെയിൽസിനാണ് സെമൻ അല്ലെങ്കിൽ സ്പേംസ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ഫീമെയിൽസിനല്ല. സോ അതുകൊണ്ടാണ് കോപ്പുലേറ്ററി ഓർഗൻസ് എപ്പോഴും മെയിൽസിലാണ് കാണുക. ഇനി അടുത്തത് എന്താ? ഫെർട്ടിലൈസേഷൻ ഇസ് ഇൻറ്റേർണൽ. 6ാമത്തെ പോയിന്റ് കേട്ടോ. ഫെർട്ടിലൈസേഷൻ ഇസ് ഇൻറ്റേർണൽ. ഓർമ്മ വേണം, ഫെർട്ടിലൈസേഷൻ ഇസ് ഇൻറ്റേർണൽ. അപ്പോൾ ഒരു 7 to 9 പോയിന്റുകളാണുള്ളത്. നമ്മൾ പിന്നീട് കമ്പാരിറ്റീവ് സ്റ്റഡി ഞാൻ കാണിച്ചു തരാം. ഇനി ചില ഫിഷസിന് ചില സ്പെഷ്യലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് ഓരോന്നും ഓരോ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ എക്സാമ്പിളായിട്ടോ മാച്ച് ദ ഫോളോയിങ്ങോ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തത് ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള ഫിഷസ്. ടോർപിഡോ, മലയാളത്തിൽ വൈദ്യുത തിരണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള ഫൈലം കോൺട്രിക്തിയസ് അല്ലെങ്കിൽ ക്ലാസ് കോൺട്രിക്തിയസ് ഏതാ? ടോർപിഡോ, വൈദ്യുത തിരണ്ടി. അടുത്തത്
പോയ്സൺ സ്റ്റിങ് ഉള്ള കാർട്ടിലേജിനസ് ഫിഷസ്, ട്രൈഗൺ. ട്രൈഗണിൻ്റെ വേറെ പേര് സ്റ്റിങ് റേ അല്ലെങ്കിൽ തിരണ്ടി. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ സ്ട്രക്ചേഴ്സിലെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള കാർട്ടിലേജിനസ് ഫിഷസ്, എക്സാമ്പിൾ ടോർപിഡോ, വൈദ്യുത തിരണ്ടി. ഇനി അടുത്ത എക്സാമ്പിൾ പോയ്സൺ സ്റ്റിങ് ഉള്ള കാർട്ടിലേജിനസ് ഫിഷസ്, ഏതാ? ട്രൈഗൺ. ട്രൈഗൺ അല്ലെങ്കിൽ സ്റ്റിങ് റേ, മലയാളത്തിൽ തിരണ്ടി. ഇനി വേറെ എക്സാമ്പിൾസ് നോക്കാം. ഡോഗ് ഫിഷ്, സ്കോളിയോഡോൺ, നേരത്തെ പറഞ്ഞു അല്ലേ. പ്രിസ്റ്റിസ്, സോഫിഷ്, അതും നേരത്തെ പറഞ്ഞു. ഇനി അടുത്തത് കാർക്കാറഡോൺ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. കാർക്കാറഡോൺ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ട്രൈഗൺ, സ്റ്റിങ് റേ, അതിപ്പോൾ പറഞ്ഞു അല്ലേ. ട്രൈഗൺ, സ്റ്റിങ് റേ. അപ്പോൾ കാർക്കാറഡോൺ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ക്ലാസ് 2 ഓസ്റ്റിക്തിയസ്, ബോണി ഫിഷസ്. ക്ലാസ് 2 ഓസ്റ്റിക്തിയസ്, ബോണി ഫിഷസ്, മുള്ളുള്ള മീനുകൾ. മുള്ള് ഉള്ള മീനുകൾ മറക്കണ്ട. ഇനി ഒന്നാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ പോയിന്റ്, മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയണം. കോൺട്രിക്തിയസിൽ എങ്ങനെയായിരുന്നു? മറൈൻ ആനിമൽസ് മാത്രമല്ലേ, മറൈൻ മാത്രമായിരുന്നു. ഇവിടെ നോക്ക്, മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് ഉണ്ട്, കണ്ടോ? മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസും ഉണ്ട്. ഇതിലൊരു വ്യത്യാസം കണ്ടോ? ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് കണ്ടോ? വീണ്ടും വ്യത്യാസം. കോൺട്രിക്തിയസിൽ എങ്ങനെയായിരുന്നു? എൻഡോസ്കെലട്ടൺ കാർട്ടിലേജിനസ് ആണ്. ഇവിടെ എങ്ങനെയാ? എൻഡോസ്കെലട്ടൺ ബോണിയാണ്, മുള്ളുള്ളത്. എൻഡോസ്കെലട്ടൺ ബോണി, 2 പോയിന്റായി. ഇനി കോൺട്രിക്തിയസിലെ മൗത്ത് എങ്ങനെയായിരുന്നു? ഹാഫ് മൂൺ ഷേപ്ഡ് ആണ്, വെൻട്രൽ പൊസിഷൻ ആയിരുന്നു അല്ലേ. ഇവിടെ എങ്ങനെയാ? മൗത്ത് ഇസ് ടെർമിനൽ. ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? മൗത്ത് ബോഡിയുടെ അറ്റത്താണ്, അല്ലാണ്ട് അടിഭാഗത്തായിട്ടല്ല. മൗത്ത് അറ്റത്താണ്, അതുകൊണ്ടാണ് മൗത്ത് ടെർമിനൽ ആണെന്ന് പറയുന്നത്. 3 പോയിന്റ് ആയോ? ഇനി അടുത്തത് 4 ജോഡി ഗിൽസ് ഉണ്ട്. ഗിൽസിനെ എന്തുകൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്? ഓപ്പർക്കുലം അല്ലേ. അപ്പം 4 ജോഡി ഗിൽസ് ഉണ്ട്, ഓപ്പർക്കുലം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു അല്ലേ. എല്ലാ 2 സൈഡിലും, ഒരു സൈഡിൽ മാത്രമാണല്ലോ, 2 ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട് 4 ജോഡി ഗിൽസ്. അപ്പോൾ 4 pairs ഓഫ് ഗിൽസ് ഉണ്ട്. ഈ ഗിൽസിനെ എന്ത് വെച്ച് കവർ ചെയ്തിരിക്കുന്നു? ഓപ്പർക്കുലം. പക്ഷേ കാർട്ടിലേജിനസ് ഫിഷിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ കണ്ടിരുന്നോ? ഇല്ല. അവിടെ ഓപ്പർക്കുലോ ഗിൽ കവറോ ഒന്നുമില്ല. പക്ഷെ അവിടെ വേറെ എന്തോ ഉണ്ടല്ലോ. എന്താണുള്ളത്? ഗിൽ സ്ലിറ്റ്സ് ആണുള്ളത് അല്ലേ. ഗിൽ സ്ലിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ കോൺട്രിക്തിയസിൽ ഗിൽ സ്ലിറ്റ്സ് കാണുന്നു, ബോണി ഫിഷസിൽ എന്ത് കാണുന്നു? ഗിൽസ് കവേർഡ് ബൈ ഓപ്പർക്കുലം. ഇനി 5ാമത്തെ പോയിന്റ് നോക്കിയേ. അവിടെ കോൺട്രിക്തിയസിൽ ഏത് തരം സ്കെയിൽസാണ് നമ്മൾ കണ്ടത്? പ്ലാക്കോയിഡ് സ്കെയിൽസ് അല്ലേ. പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് കണ്ടത്. ബട്ട് ഓസ്റ്റിക്തിയസിൽ ഏത് തരം സ്കെയിൽസാ? 2 പേരുണ്ട് ഒരേ സാധനം, സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ്. കണ്ടോ? ബോണി ഫിഷസിൽ സ്കെയിൽസ് എങ്ങനെയാ? സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. ഇനി അടുത്ത പോയിന്റ്, അവിടെ നമ്മൾ എന്താ പഠിച്ചത്? കോൺട്രിക്തിയസിൽ എയർ ബ്ലാഡർ ഇല്ല എന്ന് പഠിച്ചു അല്ലേ. നമ്മൾ അതിൻ്റെ ഫങ്ഷനും പഠിച്ചു. എന്തുകൊണ്ടാ? ബയോൻസി റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതില്ലാത്ത കാരണം കാർട്ടിലേജിനസ് ഫിഷസിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. പക്ഷെ ഇവിടെ എയർ ബ്ലാഡർ ഉണ്ട്, ബോണി ഫിഷസിന് എയർ ബ്ലാഡർ ഉണ്ട്. അപ്പം എന്താ? ബയോൻസി റെഗുലേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം സ്വിം ചെയ്യാതെ റെസ്റ്റ് ചെയ്യാം, ഫ്ലോട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതാണ് അടുത്ത വ്യത്യാസം. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഹാർട്ട് ഇസ് 2 ചേംബർ. അത് അവിടെയും സെയിം തന്നെയാണ് അല്ലേ. ഹാർട്ട് 2 ചേംബർ തന്നെയാണ്. ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ഉണ്ട്. കോൾഡ് ബ്ലഡഡ് അനിമൽസ്, നമ്മൾ നേരത്തെ ഒരു ടേം പഠിച്ചല്ലോ, കോൾഡ് ബ്ലഡ്. എന്താണ് പേര്? പോയിക്കിലോതെർമിക് ആനിമൽസ് അല്ലേ. പോയിക്കിലോതെർമിക് ആനിമൽസ്. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അടുത്ത പോയിന്റ്, സെക്സസ് ആർ സെപ്പറേറ്റ്. അതും അവിടെ തന്നെ മീൻസ് സെയിം പോയിന്റ് തന്നെയാണ്. യൂണിസെക്ഷൽ ആണ്.
വേറൊരു ടേം കൂടി പഠിച്ചല്ലോ, ഡൈഷ്യസ് ആണ്. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ, ഇതൊരു പോയിന്റ് വ്യത്യാസം ഉണ്ടല്ലോ. അവിടെ എന്താ നമ്മൾ പഠിച്ചത്? ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഇവിടെയോ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. കണ്ടോ? ഇനി അടുത്തത് ഓവിപാരസ് ആണ്. ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടയിടുന്നതാണ്. ഇവിടെ എന്താണ്? ഓവിപാരസ് തന്നെയാണ്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്. പക്ഷെ അവിടെ നമ്മൾ വേറൊരു എക്സാമ്പിൾ, ഇനി വേറൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ചോദിക്കുന്നത് ഈ ഫിഷസിലും മറ്റേ സൈക്ലോസ്റ്റോംസ്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മയാണ്. സൈക്ലോസ്റ്റോംസിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓർമ്മീൻ്റെ സ്പോണിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, അപ്പോൾ അത് ചിലപ്പോൾ ഈ ഫിഷസും സൈക്ലോസ്റ്റോംസായിട്ട് കമ്പയർ ചെയ്യും, ചോദിക്കാറുണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. അപ്പോൾ ദേ ആർ മോസ്റ്റ്ലി ഓവിപാരസ്, മുട്ടയിടുന്നവയാണ്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണെന്ന് വെച്ചാൽ എന്താ? ലാർവൽ സ്റ്റേജസ് ഒന്നുമില്ല. ബേബീസ് ഉണ്ടാകുന്നത് അഡൾട്ടിനെ പോലെ തന്നെയാണ്. ഇനി എക്സാമ്പിൾസ് നോക്കാം. മറൈൻ. മറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? കടൽ വെള്ളത്തിൽ കാണുന്നവ. എക്സാമ്പിൾസ് നോക്കിയേ. എക്സോസീറ്റസ്, ഫ്ലൈങ് ഫിഷ്. ഫ്ലൈങ് ഫിഷ് കണ്ടോ? ഫ്ലൈങ് ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫിഷസിന് എന്താ എത്രയോ മൈൽസോളം അവർക്ക്, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ എന്താ? 6 കിലോമീറ്റർ അല്ലേ? അപ്പോൾ എത്രയോ മൈൽസോളം ഇവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന പറയണത്, വെള്ളത്തിലൂടെ നീന്താതെ. അപ്പോൾ അത്രയും സ്പീഡിൽ കുറേ കിലോമീറ്റർ കണക്കിന് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഫ്ലൈങ് ഫിഷസ്. എക്സോസീറ്റസ്, ഇവരിപ്പം സ്വാംസ് ആയിട്ടാണ്. സ്വാംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പായിട്ടാണ് അവർ പോവുക, ഒറ്റയ്ക്ക് ഇവർ കാണുകയില്ല. ഇനി നെക്സ്റ്റ് വൺ, ചില ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണാമോ ഈ ഫ്ലൈങ് ഫിഷസിനൊക്കെ. ഇനി അടുത്തത് ഹിപ്പോ ക്യാമ്പസ്, സീ ഹോഴ്സ്. വളരെ കുഞ്ഞൊരു മത്സ്യമാണ് അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്നറിയോ? മെയിൽസ് ആണ് ബേബീസിനെ കെയർ ചെയ്യുക അല്ലേ? ഇതിൻ്റെ മെയിൽസിന് ബോഡിയിൽ ഒരു പൗച്ച് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫീമെയിൽ എന്തോന്ന് മുട്ടയിടും. മുട്ടയിട്ടിട്ട് കുറേ കഴിഞ്ഞിട്ട് ഈ മെയിൽ എന്ത് ചെയ്യും? അതിനെ ടേക്ക് കെയർ ചെയ്യും, അതിന് ആവശ്യമുള്ള ഫുഡൊക്കെ കൊടുക്കും. അവസാനം ഓരോ കുഞ്ഞു സീ ഹോഴ്സ് പുറത്തേക്ക് വരും അല്ലേ? അപ്പോൾ ഇവിടെ മെയിൽ ഹോഴ്സാണ് പ്രസവിക്കുക. അപ്പോൾ 2 എക്സാമ്പിൾസാണ് നിങ്ങൾക്ക് മറൈനിൽ പഠിക്കാനുള്ളത്. എക്സോസീറ്റസ്, ഫ്ലൈങ് ഫിഷ്, ഹിപ്പോ ക്യാമ്പസ്, സീ ഹോഴ്സ്. ഇനി നെക്സ്റ്റ് വൺ, ഫ്രഷ് വാട്ടർ ഫിഷസ്. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധവെള്ളം അല്ലേ? നല്ല വെള്ളം. ലാബിയോരോഹു. ഈ ഫ്രഷ് വാട്ടർ ഫിഷസ് സാധാരണ ഡാം മീനുകൾ പറയും അല്ലേ നമ്മൾ? ലാബിയോരോഹു, ലാബിയോരോഹു. കട്ല, ക്ലാരിയാസ്, മഗുർ, ക്ലാരിയാസ്, മഗുർ. അപ്പോൾ 3 ഫ്രഷ് വാട്ടർ ഫിഷസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത്, ഈ ഫ്രഷ് വാട്ടർ ഫിഷസിൽ നമ്മൾ ചിലത് അക്വാരിയത്തിൽ വളർത്താറുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ. അക്വാരിയത്തിൽ ബെറ്റ, ഫൈറ്റിംഗ് ഫിഷ്. ബെറ്റ, ഫൈറ്റിംഗ് ഫിഷ്. ഈ ബെറ്റ ഫിഷസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കൂടെ വേറെ ഏത് ഫിഷസിനെയും വളർത്താറില്ല, കാരണം ഇതെല്ലാത്തിനെയും ഫൈറ്റ് ചെയ്ത് കൊല്ലും. അടുത്തത് ടീറോഫൈലം, ഏഞ്ചൽ ഫിഷ്. ടീറോഫൈലം, ഏഞ്ചൽ ഫിഷ്. ആ പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലേ? അതിൻ്റെ ആ ഫിൻസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഏഞ്ചൽസിൻ്റെ ഡ്രസ്സ് പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ പേര് വന്നത്, ഏഞ്ചൽ ഫിഷ്. ടീറോഫൈലം. അപ്പോൾ അക്വാറിയം ഫിഷസിൽ 2 എക്സാമ്പിൾസ് പഠിച്ചു. ബെറ്റ, ഫൈറ്റിംഗ് ഫിഷ്. ടീറോഫൈലം, ഏഞ്ചൽ ഫിഷ്. ഇനി നമുക്ക് അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡി കാണാം. കണ്ടോ? കാർട്ടിലേജിനസ് ഫിഷസ്, ബോണി ഫിഷസ്. 9 പോയിന്റുകളുണ്ട് അല്ലേ? കണ്ടോ? കോൺട്രിക്ത്യസ് മറൈനാണ്. ഓസ്റ്റിക്ത്യസ് മറൈനുണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്. എൻഡോസ്കെൽറ്റൻ കാർട്ടിലേജസ് ആണ്, കാർട്ടിലേജിനസ് ആണ്. 2ാമത്തെ കുളത്തിലോ എൻഡോസ്കെൽറ്റൻ, ബോണി. ഇനി 3rd പോയിന്റ്, എക്സോസ്കെൽറ്റൻ പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. ഇവിടെയോ സൈക്ലോയിഡ് സ്കെയിൽസും കാണാം, അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസും കാണാം. സൈക്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിൽസ് സർക്കുലർ ആണ്. ടീനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിൽസ് കോമ്പ് പോലെയാണ്, ചീർപ്പ് പോലെയാണ്, കോംബ് ലൈക്ക്. 4ാമത്തെ പോയിന്റ്, കോൺട്രിക്ത്യസ് മൗത്ത് വെൻട്രൽ, ഓസ്റ്റിക്ത്യസ് മൗത്ത് ടെർമിനൽ. കോൺട്രിക്ത്യസ് മൗത്ത് ഈസ് ഹാഫ് മൂൺ ഷേപ്ഡ് ഓർ ക്രസൻറ്റ് ഷേപ്ഡ്, അതും എഴുതണം കേട്ടോ. ഇനി 5ാമത്തെ പോയിന്റ്, ഗിൽ കവർ ഓപ്പർക്കുലം ഇസ് ആബ്സെൻറ്റ്. Gills are absent, but gill slits are present. Ostichthysൽ നോക്കാം. Operculum is present. Operculum covers the gills on both sides of the body. Okay. ഇനി 6ാമത്തെ പോയിന്റ്,
യൂറിയ നൈട്രോജീനസ് എക്സ്ക്രീഷൻ. അപ്പോൾ എന്താ യൂറിയോടെലിക്. ഇനി ഓസ്റ്റിക്തിയസ് അമോണിയ ആണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, നൈട്രോജീനസ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. സോ അമോണോടെലിക്, അമോണോടെലിക്. ഇനി അടുത്തത് എയർ ബ്ലാഡർ അല്ലെങ്കിൽ സ്വിം ബ്ലാഡർ ആബ്സെൻറ്റ്. ഓസ്റ്റിക്തിയസിലോ എയർ ബ്ലാഡർ പ്രസൻറ്റ്. ഇനി കോൺട്രിക്തിയസിൽ ക്ലാസ്പേഴ്സ് എന്ന സ്ട്രക്ചേഴ്സ് കോപ്പുലേറ്ററി ഓർഗൻസ് മെയിൽസിൽ കാണുന്നു അല്ലേ. പക്ഷെ ഓസ്റ്റിക്തിയസിലോ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഇല്ല, ക്ലാസ്പേഴ്സ് ഇല്ല. Chondrichthyes, fertilization is internal. In Ostichthyes, fertilization is external. അപ്പോൾ താങ്ക്